എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ മിയോയും ചെന്നും കൂടി ആണെങ്കിൽ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. സ്പീഡ് കുറയ്ക്കണം മിയോ എന്നാണെങ്കിൽ ചോദിക്കുമ്പോൾ വേണ്ട വേണ്ട ഇതേ സ്പീഡിൽ പോകും, നല്ല രസമുണ്ടാവും എന്നൊക്കെയാണെങ്കിൽ അവൾ പറഞ്ഞിട്ട് ഒരു കാര്യം ആലോചിച്ച് നോക്കാം കേട്ടോ. ഇവളാണെങ്കിൽ പോലീസുകാരൻ്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ടുണ്ടാവും ചെന്നിന് എന്താ പ്രശ്നം, അവൻ എന്തിനാ കൗൺസിലിങ്ങിന് പോകുന്നതെന്ന്. ഇത് നിന്നോട് ചെന്ന് തന്നെ പറയാത്ത സ്ഥിതിക്ക് ഞാൻ പറയുന്നത് ശരിയല്ല മോളെ, അവൻ തന്നെ നിന്നോട് പറഞ്ഞോളാം സമയമാകുമ്പോഴത്തേക്കിനും. ഇന്നാണീ പറയുമ്പോഴത്തേക്കിനും ഇനി എത്ര നാളെ ഞാൻ വെയിറ്റ് ചെയ്യാനാ. ഇപ്പം തന്നെ ഞാൻ 6 വർഷത്തോളം ഇതിനു വേണ്ടിയിട്ട് കാത്തിരുന്നു, ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അവിടെ നിങ്ങൾ തന്നെ പറയാന്ന് പറയുമ്പോഴത്തേക്കിന് ഞാൻ പറയുന്നത് ശരിയല്ല മോളെ, അവനായിട്ട് എന്നെ നിന്നോട് പറയും. എന്നാണ് ഈ പറയുമ്പോഴത്തേക്കിന് അവളാണെങ്കിൽ ശരി അങ്കിള് പറയണ്ട, അങ്കിള് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ കണ്ടുപിടിച്ചോളാം എന്നും പറഞ്ഞിട്ട് പോയി കാണുവേ. അടുത്ത ദിവസം ചെയ്യാന്നാണെങ്കിൽ ചെന്നിനെയും കൂട്ടിക്കൊണ്ട് ഫിഷിങ്ങിന് വേണ്ടി വന്നേക്കുക. നിനക്ക് ഇതിനോടൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ ചെന്നാണെങ്കിൽ എനിക്ക് ഇതിനോടൊന്നും താല്പര്യമില്ല, എനിക്ക് സമാധാനമായിട്ടുള്ളൊരു ജീവിതം മാത്രം മതി എന്നാണ് അവൻ പറയുന്നത് കേട്ടോ. ഇപ്പം മിയോ ആണെങ്കിൽ നേരെ കെന്നിനെ കാണാൻ വേണ്ടി വന്നേക്കുക. എടാ ചെന്നിനെ പറ്റി ചില കാര്യങ്ങൾ നീ എന്നോട് പറയണമെന്ന് പറയുമ്പോഴത്തേക്കിന് അയ്യോ മിയോ അവനെ പറ്റി എനിക്കൊന്നും അറിയാൻ പാടില്ല എന്നാണെങ്കിൽ പറയുമ്പോഴത്തേക്കിനും അപ്പം നീ പറയില്ലെന്ന് ഉറപ്പിച്ചിരിക്കുക അല്ലേ, നീ എപ്പോഴും അവൻ്റെ കൂടെ തന്നെ അല്ലേ, അവൻ്റെ എന്ത് കാര്യം നിനക്കറിയാതെ എനിക്കറിയാം. നീ പറയാത്ത സ്ഥിതിക്ക് വേറൊരു ഫ്രണ്ടും കൂടെ ഉണ്ടല്ലോ, അവനോട് ഞാൻ ചോദിച്ചോളാം വാടാ നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാന്ന് പറഞ്ഞിട്ട് അവനെ വിളിക്കുമ്പോഴത്തേക്കിന് അവൻ കെന്നിൻ്റെ അടുത്ത് വന്നിട്ട് അവൾ എന്തെങ്കിലുമൊക്കെ കുത്തി കുത്തി എന്നോട് ചോദിക്കും. അറിയാതെ പറഞ്ഞു പോകുന്ന എനിക്ക് പേടിയാണെന്നൊന്ന് പറയുമ്പോഴത്തേക്കിന് സാരില്ല അവൾ ചോദിക്കുന്നതിനൊന്നും വലുതായിട്ട് മറുപടി പറയാതെ ഇരുന്നാൽ മതി എന്നാടി പറഞ്ഞിട്ട് അവനെ പറഞ്ഞോടും. ഇപ്പൊ ജിയാൻ കാണിക്കൊരു ഫോട്ടോ എടുത്ത് കാണിക്കുക കേട്ടോ. ഇതാ ജിന്നല്ലേ എന്ന് ഹീറോ ചോദിക്കുമ്പോഴത്തേക്കിനോ അതെ ജിന്ന് തന്നെയാണ്. നമ്മുടെ കമ്പനിക്കെതിരെ ആരൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, നമ്മളെ ആരൊക്കെ ഫോളോ ചെയ്യുന്നതായിട്ട്, നമ്മുടെ പ്രൊഡക്ട്സ് ഒക്കെ ചെക്ക് ചെയ്യുന്നതായിട്ട്. നമ്മൾ ഇല്ലീഗലായിട്ട് ഒന്നും ചെയ്യുന്നില്ല, എന്നാലും നമ്മളെ ആരോ ഫോളോ ചെയ്യുന്ന പോലെ തോന്നുന്നു. ഓഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് ഹവായി സിറ്റിയിൽ നിന്നാണ് ആൾക്കാരൊക്കെ വന്നിരിക്കുന്നത്, അവരും നമ്മളെ സംശയിക്കുന്നുണ്ട്. പോരാഞ്ഞിട്ട് എനിക്ക് ചില സംശയങ്ങളുണ്ട്, നമ്മുടെ കൂട്ടത്തിൽ ആരോ നമ്മളെ ഒറ്റ കൊടുക്കുന്നുണ്ടോ എന്ന്. എന്നാണേ പറയുമ്പോഴത്തേക്കിനും ചെന്നാണെങ്കിൽ എന്താ നിങ്ങൾക്ക് എന്നെ സംശയം ഉണ്ടോ നോക്കിയോ. ചേച്ചേ നിന്നെയൊന്നും ഞാൻ സംശയിക്കുന്നില്ല, അങ്ങനെ എന്തായാലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ ഒരിക്കലും ഒരാളെ ഞാൻ എൻ്റെ കൂടെ നിർത്തില്ല എന്നാണേ പറയുവേ. കെന്നാണെങ്കിൽ ഹീറോ കണ്ടിട്ട് കാണാത്തവര് പോകുന്ന കണ്ടത് എങ്ങോട്ടാണ് ഇത്ര സ്പീഡിൽ പോകുന്നതെന്ന് വെക്കുമ്പോൾ അവനും കാര്യം പറയാം കേട്ടോ. ആ മിയോ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എന്നോട് വന്നിട്ട് നിന്നെ പറ്റിയുള്ള കാര്യങ്ങൾ പറയാന്ന് തന്നെ ശല്യപ്പെടുത്തുക. അവളോട് പറയേണ്ടതെന്ന് വെക്കുമ്പോഴത്തേക്കിനും അതെ അവളോട് നേരത്തെ പറയേണ്ടതായിരുന്നു, പേടി കാരണം ഞാൻ പറയാതിരുന്നത് എന്നാണേ പറയുമ്പോഴത്തേക്കിനും കെന്നാണെങ്കിൽ അവളും ചെറിയ കൊച്ചല്ല, അവളോട് പറഞ്ഞിട്ട് എന്താ കാര്യം, അത് നിനക്ക് വെറുതെ തോന്നുക. അകലേന്ന് നോക്കുമ്പോഴത്തേക്കിന് അവൾ ഭയങ്കര പാവമായിട്ടുള്ള ഒട്ടും ധൈര്യമില്ലാത്ത കുട്ടിയായിട്ടാണ് തോന്നുക. പക്ഷെ അടുത്തറിയണം അന്നേരം അവൾ എത്രത്തോളം സ്ട്രോങ് ആണെന്ന് അറിയുള്ളൂ. എന്തൊക്കെ പറഞ്ഞാലേ എനിക്ക് മിയോനെ നന്നായിട്ട് നോക്കണം എന്നൊക്കെയാണ് അവൻ പറയുന്നത് കേട്ടോ. ഇന്നലെ തിരിച്ച് വീട്ടിലോട്ട് വരുമ്പോഴത്തേക്കിന് 2 ടിക്കറ്റ് കാണുക. അവളായിരുന്നു പറഞ്ഞിട്ടുണ്ടാവില്ലേ ആ ചൈനീസ് ഫെസ്റ്റിൻ്റെ അവിടെ എന്തോ നാടകം നടക്കുന്നുണ്ട്, സൺഡേ നമുക്ക് പോവാന്ന്, അതിനുള്ള ടിക്കറ്റ് ആയിരിക്കും. അവളോട് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമായിരിക്കും. നിനക്ക് വേണോടെ ഇത് നോക്കുമ്പോൾ ആ എനിക്ക് വേണമെന്ന് പറയും. ശരി ഇത് നീ അടുത്ത് ഞാൻ ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും ഇത് നോക്കിക്കും മിയോ, നിനക്ക് എന്നെ പറ്റി എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം, കെന്നിനോടൊന്നും ചോദിച്ച് ശല്യപ്പെടുത്തണ്ടെന്ന് പറയുമ്പോഴത്തേക്കിനും ഇത് നോക്കി കിച്ചൻ എനിക്കിതിനെ പറ്റി ഒന്നും അറിയണ്ട, എനിക്ക് ഒരേ ഒരു ആഗ്രഹമുള്ളൂ, ഒരു ദിവസമെങ്കിലും നീ ഒന്ന് സമാധാനത്തോടെ കടന്നുറങ്ങുന്ന എനിക്ക് കണ്ടാൽ മതി എന്ന് പറയുമ്പോഴത്തേക്കിനും ഇപ്പൊ ഡെയിൽ ഡയലോഗ് കേട്ടത് അവനും എന്നെ ഭയങ്കര ഇമോഷണൽ ആവുകട്ടെ. എന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്കിനും ഞാൻ നിനക്ക് പാലെടുത്തിട്ട് വരാന്ന് പറഞ്ഞ് വരുമ്പോഴത്തേക്കിനും അവനാണെങ്കിൽ അവിടെ കടന്ന് ഉറങ്ങിയിട്ടുണ്ടാവും കേട്ടോ. ഞാൻ ചില വർഷങ്ങൾ ഇവിടുന്ന് മാറി നിന്നപ്പോൾ അതിന്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് നടന്നതെന്ന് പറഞ്ഞിട്ട് അവർക്ക് തന്നെ ഭയങ്കര സങ്കടമാവുക കേട്ടോ ഇവന്റെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ ആലോചിച്ചിട്ട്. അങ്ങനെ അടുത്ത ദിവസം ഹീറോയിൻ ആണെങ്കിൽ ഒരു രഹസ്യമായിട്ടുള്ള ഒരു ടീം മീറ്റിംഗ് ആണെങ്കിൽ വെച്ചേക്കുക കേട്ടോ. ജിയാങ് എന്തൊക്കെ ഇല്ലീഗലായിട്ടുള്ള സംഭവങ്ങളാണ് നടത്തുന്നതെന്ന് കണ്ടുപിടിക്കാനുള്ള. ഇത് കണ്ട ദേഹമാണെങ്കിൽ ഇതൊന്നും അത്ര നല്ല വഴിയായിട്ട് തോന്നില്ല, എനിക്ക് പേടിയാവുമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പേടിയാവുന്നെങ്കിൽ അവിടെ മൂലക്കെങ്ങാൻ ഇരുന്നോളാൻ പറയുവേ. ഇപ്പൊ ലീന്റെ ഷോപ്പിലോട്ടാണെങ്കിൽ ഒരുത്തൻ കയറി വന്നിട്ട് അവിടെയുള്ള കസ്റ്റമേഴ്സിനോടൊക്കെ ഒരുമാതിരി പെരുമാറുക. അവരൊക്കെയാണെങ്കിൽ പേടിച്ച് അവിടെ നിന്ന് ഇറങ്ങി പോവാട്ടോ. ഇത് കണ്ട ലീ ആണെങ്കിൽ നിനക്ക് എന്താണ് ഇപ്പൊ വേണ്ടതെന്ന് നോക്കുമ്പോഴത്തേക്കിനോ ഓ ബേബി നിന്റെ ബോയ് ഫ്രണ്ട് അല്ലേ ഞാൻ, എന്നിട്ട് ഇങ്ങനെയാണ് പെരുമാറുന്നതെന്ന് നോക്കുമ്പോൾ ആര് നിന്റെ ബോയ് ഫ്രണ്ട് മരയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോ ഫ്രോഡ് എന്നൊക്കെയാണെങ്കിൽ പറഞ്ഞ് ചീത്ത വിളിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കിനോ ഒരു ചെറിയ കൊച്ചാണെങ്കിൽ ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ലീൻ്റെ അടുത്തോട്ട് വരും കേട്ടോ. ഇവൻ ഇത്രയും വലുതായോ എന്ന് അവൻ ചോദിക്കുമ്പോഴത്തേക്കിനും മിണ്ടാതിരുന്നോളാനാണെങ്കിൽ പറയും കേട്ടോ. ഇപ്പൊ ഹീറോയിൻ ആണെങ്കിൽ ആ നാടകത്തിന് വേണ്ടി വന്നേക്കോ, ചെന്നിന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവനാണെങ്കിൽ ഞാൻ ഇപ്പൊ വരാട്ടോ ഒരു ജോലി ഉണ്ട് തീർത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ചെന്നാണെങ്കിൽ പോയേക്കുന്നത് ആ ലീൻ്റെ ഷോപ്പിലെടുത്തും പ്രശ്നം ഉണ്ടാക്കിയില്ലേ അവനെ പിടിച്ചടിക്കുക കേട്ടോ. എന്തിനാണ് ഇവിടെ കിടന്ന് വെറുതെ ബഹളം ഉണ്ടാക്കുന്നതെന്ന്. ചേട്ടാ വിട്ടേക്ക് എന്നെ വിട്ടേക്കെന്ന് പറഞ്ഞിട്ട് അവൻ കിടന്ന് കരഞ്ഞത് അവനങ്ങ് വിടുക കേട്ടോ. ചുറ്റുള്ളവരൊക്കെ ആണെങ്കിൽ എന്ത് നല്ല പയ്യനാലേ എന്നൊക്കെയാണെങ്കിൽ ചെന്നിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ലീയും വന്നിട്ട് സോറി നിന്നെ ബുദ്ധിമുട്ടിക്കണമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് പറയുമ്പോൾ ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി ഞാൻ ഓടി വന്നോളാം എന്നും പറഞ്ഞിട്ട് രണ്ടുപേർക്കും ഭയം കൊടുത്ത് അവനവിടെ നിന്ന് ഇറങ്ങും കേട്ടോ. മിയോ ആണെങ്കിൽ ഇവിടെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി. നാടകമാണെങ്കിൽ പകുതിയായിട്ടോ. അതിൻ്റെ ഇടയിൽ ആ നാടകത്തിൽ അഭിനയിക്കുന്ന ആ ലേഡി വരികയാണെങ്കിൽ ഈ കൂട്ടത്തിൽ ആരെയും ഒരാളെ പ്രൊപ്പോസ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നേരെ ഹീറോയിൻ്റെ മുന്നിലോട്ടാണ് വരുന്നത്. എനിക്കാണോ എന്ന്
കേട്ടോ അവള് ഭയങ്കര ഇതായിട്ടിരിക്കുമ്പോഴത്തേക്കും തൊട്ടടുത്തുള്ള പെങ്കൊച്ചനായിരിക്കും. ചെന്നാണെങ്കിൽ ഇവളുടെ അടുത്തോട്ട് വരാൻ വേണ്ടിയിട്ട് ഇറങ്ങും കേട്ടോ. ഇപ്പൊ ഇവിടെ ഈ നാടകം നടക്കുന്നിടത്താണെങ്കിൽ ഒരു ചെക്കനാണെങ്കിൽ ആ പെണ്ണിനെ പ്രൊപ്പോസ് ചെയ്യാട്ടോ. ഇപ്പൊ നമ്മൾ രണ്ടുപേരും ഒന്നായിട്ട് ഇപ്പൊ 1000 ദിവസമായി, അതുകൊണ്ട് ഇനി നമുക്ക് കല്യാണം കഴിക്കാന്നൊക്കെ പറഞ്ഞിട്ട് പ്രൊപ്പോസ് ചെയ്യുമ്പോഴത്തേക്കിന് ഹീറോയിൻ ഇതൊക്കെയാണ് നോക്കിക്കോ നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്ക് ചെന്നിന്റെ മെസ്സേജ് വരുന്നത് ഞാൻ പുറത്തുണ്ട് എന്നും പറഞ്ഞിട്ട് അപ്പത്തേക്കിന് മിയോ എന്നാരോ വിളിക്കുവാണ്. തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കിന് ഇവളുടെ ബോസ് ആയിരിക്കും. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും മിയോ ഒന്ന് പിന്നെ വിളിക്കാട്ടോ. അത് നമ്മുടെ ചെന്നായിരിക്കും. ഇവര് 3 പേരാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കിക്കൊണ്ടിരിക്കാട്ടോ. അപ്പൊ ചെന്നാണെങ്കിൽ ഞാനിവളുടെ ബ്രദറാണ്, പക്ഷെ ഒരേ ബ്ലഡ് അല്ല എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുമ്പോഴത്തേക്കിനും ഹീറോയിൻ ആണെങ്കിൽ ബോസ് നിങ്ങളെ ഞാൻ ഹോട്ടലിന്റെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ടേ നോക്കും, നന്നായിട്ട് വിശക്കുന്നുണ്ട്, എന്തെങ്കിലും കഴിച്ചിട്ട് പോവാന്ന് പറയുമ്പോഴത്തേക്കിന് ചെന്നാണെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട് ആരെയും ഞങ്ങൾ അങ്ങനെയൊന്നും വിടത്തില്ല, വാ ഞങ്ങൾ തന്നെ കൊണ്ടുവന്നും പറഞ്ഞിട്ട് രണ്ടുപേരോടാണെങ്കിൽ കാർ കയറാൻ വേണ്ടി പറയുമ്പോഴത്തേക്കിന് ബോസിന്റെ കൂടെ ഇരിക്കാൻ വേണ്ടിയിട്ട് മിയ പോവാട്ടോ. അവളിരുന്നത് ചെന്നിന് സഹിക്കാൻ പറ്റുമോ? പെട്ടെന്ന് തന്നെ ഡോറും തുറന്നിട്ട് മിയന്റെ കൈയും പിടിച്ച് മുൻ സീറ്റിലാണെങ്കിൽ കൊണ്ടിരുത്തു കേട്ടോ. ഇവ നാണം കെടുത്തു തന്നെ എന്നും പറഞ്ഞുകൊണ്ടാണ് അവളിരിക്കുന്നത് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ബോസിനാണെങ്കിൽ ഹോട്ടലിൽ അവിടെ ഡ്രോപ്പ് ചെയ്യുമ്പോഴത്തേക്കിനും മിയ കുറച്ച് ജോലിയുണ്ട് ഒന്ന് വന്ന് ചെയ്യുമെന്ന് വെക്കുമ്പോഴത്തേക്കിന് വരാന്ന് പറഞ്ഞിട്ട് അവൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേക്കിനും മിയ നൈറ്റ് ടൈമിൽ ആരുടെ ഒരു റൂമിൽ നീ എന്ത് ജോലിക്കാണ് പോകുന്നത്? എടാ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്, ഇതെന്റെ ബോസാണ്, അതുകൊണ്ട് ഒരുപാട് ജോലി തീർക്കാറുണ്ട്, അതുകൊണ്ട് നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവളങ്ങ് പോവും. അവനാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്നാലും അവൾക്ക് വേണ്ടിയിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്യാട്ടോ. ടൈം ഇങ്ങനെ കടന്നു പോകും തോറും അവനാണെങ്കിൽ ടെൻഷൻ ആവുക. അതുകൊണ്ട് നേരെ ഹോട്ടലിൽ പോയിട്ട് ആ റൂമാണെങ്കിൽ തട്ടുമ്പോഴത്തേക്കിന് ബോസ് ആയിരിക്കും കഥ തുറങ്ങുന്നത്. ഇന്ത്യ മിയോ എന്ന് പറഞ്ഞിട്ട് ചാടിത്തുള്ളി അകത്തോട്ട് കയറുമ്പോഴത്തേക്കിന് അവളവിടെ നിൽപ്പുണ്ടാവും കേട്ടോ. നിനക്ക് വേണ്ടിയിട്ട് ഞാൻ അവിടെ വീട്ടിൽ സൂപ്പൊക്കെ ആണെങ്കിൽ ഉണ്ടാക്കി വെച്ചേക്കുക, അതൊക്കെ ആണെങ്കിൽ തണുത്തു പോകുമ്പോൾ പോവാം നമുക്ക്. അതിന് ഞാനിവിടെ വന്നിട്ട് അരമണിക്കൂർ പോലും ആയില്ലല്ലോ, അതിനുള്ളിൽ നീ സൂപ്പും വെച്ച് അവിടെ ചൂടാക്കി വെച്ചേക്കാണോ എന്നാണ് ഈ ചോദിക്കുമ്പോഴത്തേക്കിന് അവർ രണ്ടുപേരുടെ ഇങ്ങനെ ചിരിക്കുക കേട്ടോ. ശരി നമുക്ക് പോവാന്ന് പറഞ്ഞു അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ടിഷ്യൂ ആണെങ്കിൽ ബോസിന് കൊടുത്തതും ബോസ് ആണെങ്കിൽ അത് കളയാട്ടോ. എന്തവിടെ നടക്കുന്നതെന്നുള്ള രീതിയിൽ ബോസിനെ തന്നെ ചെന്ന് നോക്കാട്ടോ. എന്താ നിങ്ങൾ ഒരുമാതിരി നോക്കുന്ന എൻ്റെ ഷർട്ടിൽ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, നിന്റെ ഷർട്ട് നല്ല ഭംഗിയുണ്ട്, നല്ല ചോയ്സ് ആട്ടോ, നല്ല അടിപൊളി ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തുമ്പോഴത്തേക്കിന് ഒരു സാധാരണ ഷർട്ടും പാൻറ്റിൽ ഇട്ടേക്കുന്ന അതിനിത്ര പറയാനൊന്നും ഇല്ലല്ലോ എന്നും പറഞ്ഞിട്ട് വാ പോവാന്ന് പറഞ്ഞിട്ട് അവന് കൂട്ടിക്കൊണ്ട് പോവാട്ടോ. ഇത്ര പെട്ടെന്ന് തണുത്തു പോകുന്ന ഏത് സൂപ്പാണ് നീ ആക്കി വീട്ടിൽ വെച്ചേക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കിന് അത് വെജ് സൂപ്പാന്ന് പറയും കേട്ടോ. അപ്പൊ സത്യത്തിൽ നീ സൂപ്പ് ഉണ്ടാക്കിയിട്ട് തന്നെയല്ലേ എന്നെ വിളിക്കാൻ വേണ്ടി വന്നേ? ഞാൻ വിചാരിച്ചു ഞാൻ അവിടെ ഇരിക്കുന്നത് നിനക്ക് ഇഷ്ടപ്പെടാതെ എന്നെ വിളിക്കാൻ വേണ്ടിയിട്ട് നീ കള്ളം പറഞ്ഞാന്ന് എന്നാണ് പറയുമ്പോഴത്തേക്കിന് സത്യം പറഞ്ഞാൽ മതിയായിരുന്നു എന്ന് അവൻ വിചാരിക്കും. അങ്ങനെ അടുത്ത ദിവസം മിയും ആ ദേഹം കൂടിയാണ് ഈ ഒരു കമ്പനിയിലോട്ട് വന്നേക്കോട്ടെ എന്തോ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അവിടെയുള്ള ലേഡിയോടാണെങ്കിൽ ഹീറോയിൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ശരിക്കുള്ള ആൾക്കാർ തന്നെയാണോ, നിങ്ങൾ ഫേക്ക് ആയിട്ടുള്ള ആളൊന്നും അല്ലല്ലോ നോക്കുമ്പോഴത്തേക്കിന് അവർ ID നമ്പറൊക്കെ കാണിച്ചതിന് ശേഷമാണ് സൈൻ തന്നെ ചെയ്യിപ്പിക്കുന്നത് കേട്ടോ. തിരിച്ചു പോവാൻ നേരത്ത് മിയോ നിനക്ക് വല്ല സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും പവർ എന്തെങ്കിലും നിന്റെ ബോസ് തന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിന് അങ്ങനെയൊന്നും തന്നിട്ടില്ല, മര്യാദയ്ക്ക് നിങ്ങൾ സീറ്റ് ബെൽറ്റ് ഇട്ട് അല്ലെങ്കിൽ നമ്മളെ നമ്മുടെ കമ്പനി വണ്ടിയും പോലീസ് കൊണ്ടുപോകുന്നാണെങ്കിൽ പറഞ്ഞ് പേടിപ്പിക്കും. ഓഫീസിലോട്ടാണെങ്കിൽ ഇവരുടെ ബോസ് വന്നേക്കാട്ടോ. വന്നത് എല്ലാവർക്കും ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും അങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കിന് ദേഹമൊക്കെ ഉള്ള ഗിഫ്റ്റാണെങ്കിൽ കൊടുക്കട്ടെ, സ്വീറ്റ്സ് ആയിരിക്കും. അയ്യോ എനിക്ക് ഷുഗറൊക്കെ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞത് ബോസ് ആണെങ്കിൽ അവർക്ക് തന്നെ കൊടുക്കും കേട്ടോ, നിങ്ങളൊക്കെ എങ്ങനെയെങ്കിലും വീതം വെച്ച് എടുത്തോന്നും പറഞ്ഞിട്ട് കുറച്ച് മുമ്പ് ബോസ് അവിടേക്ക് വന്നിട്ട് മിയോനെയും ദേഹുനെ ആണെങ്കിൽ വിളിക്കും കേട്ടോ. ആ പ്രൊജക്റ്റിന്റെ ഫയലൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അതിനകത്താണെങ്കിൽ ചില പേപ്പേഴ്സ് ആണെങ്കിൽ ഉണ്ടാവില്ല, ഇതെന്താ ഇല്ലാത്തതും പറഞ്ഞുകൊണ്ട് ദേഹുവിനെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും മിയോ അത് കൊണ്ട് കൊടുക്കും. രണ്ടുപേർക്കും ഓരോ ഉത്തരവാദിത്തങ്ങളും ഞാൻ തന്നിട്ടില്ല, അതുപോലെ ചെയ്തോളെന്ന് പറഞ്ഞിട്ട് കുറച്ച് വഴക്ക് പറഞ്ഞിട്ട് മിയോ നീ ഇവിടെ ഇരിക്കുക നിങ്ങൾ പോയിക്കോന്ന് പറഞ്ഞിട്ട് അയാളെ പറഞ്ഞു വിടും. ചെന്നും കെന്നും ആണെങ്കിൽ ഒരുമാതിരി ഇരിക്കും കേട്ടോ. കെന്നി വരാണെങ്കിൽ എടാ നീ മിയോനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നില്ലെന്ന് നോക്കുമ്പോൾ പോകണം, പക്ഷെ എൻ്റെ കണ്ണിന് ഭയങ്കര എന്തോ ഒരു ഇറിറ്റേഷൻ ഇങ്ങനെ പിടച്ചോണ്ടിരിക്കുകയെന്നാണ് പറയുമ്പോഴത്തേക്കിന് ലെഫ്റ്റ് കണ്ണ് അങ്ങനെ ആവുന്നെങ്കിൽ നിനക്ക് ഒരുപാട് ക്യാഷ് വരുന്നതാണ് അതിൻ്റെ അർത്ഥം, റൈറ്റ് ആണെങ്കിൽ നിനക്ക് കഷ്ടകാലമാണെന്ന് പറയുമ്പോഴത്തേക്കിന് രണ്ട് കണ്ണിനുണ്ടോ പ്രശ്നം എന്ന് പറയുമ്പോഴത്തേക്കിന് അന്നാ നിന്റെ അധോഗതി എന്നാണ് പറയുമ്പോഴത്തേക്കിന് അല്ല നീ ഒരുമാതിരിയാണല്ലോ ഇരിക്കുന്നത് നിനക്കെന്താ പ്രശ്നം നോക്കുമ്പോഴത്തേക്കിനും എന്ത് പറയാനാ എൻ്റെ ഗേൾഫ്രണ്ടിൻ്റെ വീട്ടുകാരോടാണെങ്കിൽ ഒന്ന് കല്യാണം കഴിച്ചോടെന്ന് ചോദിച്ചത് എനിക്ക് ഓർമ്മയുള്ളൂ, സ്വന്തമായിട്ട് വീടില്ലാത്തവരൊന്നും കെട്ടിച്ചു കൊടുക്കില്ല എന്നാ പറഞ്ഞേക്കുന്നത്, പിന്നെ എൻ്റെ കയ്യിൽ സേവിങ്സ് ഇല്ലെന്നൊക്കെ അവർ പറയുന്നതെന്ന് പറയുമ്പോഴത്തേക്കിന് എടാ ഒരു പെൺകുട്ടീനെ കെട്ടിച്ചു വിടുമ്പോൾ മാതാപിതാക്കൾ ഇതൊക്കെ നോക്കും സ്വാഭാവികമാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് നിനക്കും ഈ ഒക്കെ ഇട്ടയിൽ എന്താ പ്രശ്നം നോക്കുക, അതിനെപ്പറ്റി പറയാതിരിക്കുന്നത് നല്ലത്. എന്തായാലും ഞാനിപ്പോൾ പോവാ, അവളെ കൂട്ടാൻ പോയില്ലെങ്കിൽ അതിന് ഞാൻ തെറി വെക്കണം എന്ന് പറഞ്ഞിട്ട് പോകും. മിയും ബോസ് ആണെങ്കിൽ സംസാരിച്ചിറങ്ങും കേട്ടോ, ഇന്നെങ്കിലും നമുക്ക് ഒരുമിച്ച് ഫുഡ് കഴിച്ചാലോ നോക്കുമ്പോഴത്തേക്കിന് ഇത് കേട്ട ചെന്നാണെങ്കിൽ ഓടി വന്നിട്ട് ഉറപ്പായിട്ടും ഞങ്ങളുടെ നാട്ടിലെ സ്പെഷ്യലായിട്ട് ഫുഡൊക്കെ എവിടെ കിട്ടുന്ന അവിടെയൊക്കെ കൊണ്ടുവന്നു പോകുന്നുണ്ട്. മിയോനെ മുന്നേത്തെ സീറ്റിൽ തന്നെ ഇരുത്തിയിട്ട് കാറും എടുത്തോണ്ട് പോവാ.
എന്നിട്ട് എല്ലാവരും ഒരുമിച്ച് കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴത്തേക്കിന് അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള എന്തോന്ന് കഴിക്കാൻ വേണ്ടി തുടങ്ങുമ്പോഴത്തേക്കിന് ബോസ് ആണെങ്കിൽ അവൾക്ക് അതൊന്നും കൊടുക്കണ്ട, അവൾക്ക് നല്ല കോൾഡ് ഉണ്ട്, അതുകൊണ്ട് ഈ ടൈമിൽ ഈ ഫുഡ് കഴിക്കുന്നത് ശരിയില്ല എന്നാണ് ഈ പറയുമ്പോഴത്തേക്കിന് ഓ നിങ്ങൾക്ക് എന്നെക്കാട്ടിലും നന്നായിട്ട് മീൻ അറിയാൻ തോന്നുന്നു. അപ്പോൾ ബോസ് ആണെങ്കിൽ ചോദിക്കും നിങ്ങൾ രണ്ടുപേരും എന്താ അത്ര ക്ലോസ് ആണ്, പക്ഷേ ഇവൾ ഇതുവരെ നിങ്ങളെ പറ്റി ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ എന്നാണെങ്കിൽ പറയുമ്പോഴത്തേക്കിനോ അവന് പറയാട്ടോ അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ജോലി ചെയ്യുമ്പോഴത്തേക്കിനും പേഴ്സണൽ ലൈഫിനെ പറ്റി ആരോടും പറയാൻ നിൽക്കണ്ട എന്നാണെങ്കിൽ പറയും. ഓക്കെ നിങ്ങൾ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ജോലി ചെയ്യുന്നവരോട് ഇവളുടെ പേഴ്സണൽ ലൈഫിനെ പറ്റി പറയണ്ട, പക്ഷെ ഞാൻ അവളുടെ എക്സ് ബോയ് ഫ്രണ്ട് അല്ലേ, ഞങ്ങൾ ലവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലെങ്കിൽ ഇവക്ക് ഈ കാര്യങ്ങൾ എന്നോട് പറഞ്ഞുകൂടായിരുന്നോ എന്നാണെങ്കിൽ ചോദിക്കുമ്പോഴാണ് ഹീറോയിൻ ഇവനെ പ്രേമിച്ചെന്നുള്ള കാര്യം വരെ ഹീറോക്ക് അറിയുന്ന കേട്ടോ. അതിൻ്റെ ഷോക്കിൽ നിൽക്കുമ്പോഴത്തേക്കിനും ബോസ് പിന്നെയും പറയാണ് എനിക്ക് മുന്നേ കോളേജിൽ ഒരുത്തനാണെങ്കിൽ മിയു സ്നേഹിച്ചിട്ടായിരുന്നു, അവനെ ഒന്നും നോക്കാറ് പോലുള്ള മിയു ഇപ്പം മിണ്ടാറൊന്നുമില്ല, ഞങ്ങളിപ്പോൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഇവൾ എന്നോടെങ്കിലും മിണ്ടുന്നത്. അപ്പോൾ ഇവൻ മാത്രമല്ല ഇനി ഒരുത്തരുണ്ടായിരുന്നോ എന്നും പറഞ്ഞുകൊണ്ട് ഹീറോക്കാണെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ നല്ല ദേഷ്യം വരും കേട്ടോ. ഹീറോയിനാണെങ്കിൽ എന്നെ പറയേണ്ടതറിയില്ല, ഇവൻ എല്ലാ സത്യങ്ങളും വിളിച്ച് പറയുകയാണല്ലോ എന്ന് പറഞ്ഞിട്ട് ബോസ് പിന്നെയും പറയാട്ടോ എന്നെക്കാട്ടിലും മുന്നേ ഇവൾക്കൊരു ഫസ്റ്റ് ലവ് ഉണ്ടായിരുന്നു, അവനെ ഒന്നും ഇപ്പോൾ അവൾ ഓർക്കാറ് പോലും ഇല്ല എന്നാണ് ഈ പറയുമ്പോഴത്തേക്കിന് ഹീറോക്ക് ഇത് കേട്ട് സഹിക്കാൻ പറ്റുമോ, അങ്ങനെയൊന്നും അവൾ ഫസ്റ്റ് ലവിനൊന്നും പെട്ടെന്ന് മറന്നു കളയില്ല എന്നാണെങ്കിൽ ദേഷ്യത്തിലങ്ങ് പറയും കേട്ടോ. ഹീറോയിൻ പെട്ടെന്ന് രണ്ടുപേരും ഭർത്താനം പോയത് കഴിക്കുക പറഞ്ഞിട്ട് എഴുതി കൊടുക്കും കേട്ടോ. മീ വന്നിട്ട് റെസ്റ്റ് റൂമിൽ പോകാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേക്കിന് കഴിച്ച ഫുഡിന്റെ പൈസ ഇവന്മാർ രണ്ടുപേരാണെങ്കിൽ ഞാൻ കൊടുക്കും എന്ന് പറഞ്ഞിട്ട് തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് വെയിറ്റർ ലേഡിയാണെങ്കിൽ വന്നിട്ട് ഇദ്ദേഹം അല്ല വലിയ കോട്ട് സൂട്ടൊക്കെ ഇട്ടിരിക്കുന്നത്, ഇദ്ദേഹം തന്നെ കൊടുത്തോട്ടെ എന്നാണെങ്കിൽ പറയുമ്പോഴത്തേക്കിന് ചെന്നിനാണെങ്കിൽ ഇവിടെ അപമാനമാവട്ടോ ഇവനെ ഇന്ന് കൊന്നു കളഞ്ഞാലെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് മിയോനെയും കൂട്ടിക്കൊണ്ട് കാറി പോകുമ്പോൾ പോലെ അവൻ ഒറ്റ അക്ഷരം മിണ്ടുന്നില്ല കേട്ടോ. വീടിൻ്റെ അങ്ങോട്ടാണെങ്കിൽ സ്പീഡിൽ അങ്ങ് നടന്നു പോകുമ്പോൾ അവളെ കൂട്ടാതെ പോകുന്ന പോക്കിൽ കാലിറങ്ങി സ്ലിപ്പായിട്ട് വീഴാൻ വേണ്ടി പോകുന്നുണ്ടല്ലോ. അവളാണെങ്കിൽ ചിരിക്കും കേട്ടോ. ഓ നിനക്കിപ്പോൾ ചിരിക്കാനൊക്കെ തോന്നുന്നുണ്ടല്ലേ, എന്നാലും നിന്നെ പറ്റി ഞാൻ ഇങ്ങനെ തന്നെ വിചാരിച്ചോ, ഒന്നല്ലേ രണ്ടല്ലേ എത്ര പേരെ നീ പ്രേമിച്ചിട്ടുണ്ട് എന്നുള്ള കലിപ്പിലായിട്ടാവും പോകുന്നത്. പക്ഷെ അവൻ്റെ മനസ്സിലൊരു ആശ്വാസമുണ്ട്, എക്സ് അല്ലേ കുഴപ്പമില്ല ഇപ്പം അങ്ങനെയൊന്നും ഇല്ലല്ലോ എന്ന്. മിയോ ചിരിച്ചോണ്ട് പുറകെ വന്നിട്ട് നിന്റെ എക്സിനെ പറ്റിയൊക്കെ എന്നോട് പറയണമെന്ന് പറയുമ്പോഴത്തേക്കിനോ അതിനെനിക്ക് എക്സുമായി ഒന്നും ഇല്ല ഉണ്ടെങ്കിലല്ലേ പറയാൻ പറ്റുള്ളൂ നിൽക്കുമ്പോൾ ചുമ്മാ കള്ളം പറയലെന്ന് പറഞ്ഞിട്ട് അവൻ്റെ പുറകെ അതും ചോദിച്ചു നടക്കുക കേട്ടോ. അങ്ങനെ അടുത്ത ദിവസം പോലീസുകാരനാണെങ്കിൽ ചെന്നിനെയും കൂട്ടിക്കൊണ്ട് ഒരു വീട്ടിലോട്ട് വന്നേക്കുക. ഈ പോലീസുകാരനും കല്യാണം കഴിക്കാനിരുന്ന തൻ്റെ ഫിയാൻസി യോങ്ങിൻ്റെയും കൂടി താമസിക്കാൻ വേണ്ടിയിട്ടായിരിക്കും പോലീസുകാരൻ ഈ വീടൊക്കെ എടുത്തത്. പക്ഷേ തൻ്റെ ലവർ മരിച്ചുകൊണ്ട് ഈ വീട്ടിലോട്ട് അധികം വരാറൊന്നുമില്ല. അപ്പം അങ്ങനെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് ചെന്നിനെയും കൂട്ടിക്കൊണ്ട് ഇവിടേക്ക് വന്നേക്കുന്നത്. എന്താടാ നീ ഇപ്പം ജിയാങ്ങിൻ്റെ കൂടെ കൂടുതൽ ടൈം സ്പെൻഡ് ആക്കുന്നുണ്ടെന്ന് തോന്നുന്നു എന്നാണ് പറയുമ്പോൾ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, തെറ്റായ മാർഗത്തിലൂടെ ഞാൻ പോകത്തില്ല. ആ ജിയാങ് ആണെങ്കിൽ ആ ചിന്നിൻ്റെ ഫോട്ടോ ആണെങ്കിൽ എന്നെ കാണിച്ചിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഞാൻ നോക്കട്ടെ, ഞാൻ നോക്കിക്കണ്ടെല്ലാം ചെയ്യുള്ളൂ, നിങ്ങൾ പേടിക്കേണ്ടെന്ന് പറയുമ്പോഴത്തേക്കിനും എന്നാൽ പഴയതൊക്കെ മറക്കുക, പുതിയ ലൈഫ് തുടങ്ങുമെന്ന് പറയുമ്പോഴത്തേക്കിനും പഴയതൊക്കെ മറക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നെങ്കിൽ എന്നെ ഒരിക്കലും ഈ വീട്ടിലോട്ട് നിങ്ങൾ കൊണ്ടുവരത്തില്ലായിരുന്നു. അതും കൂടി ഒന്ന് ആലോചിച്ച് നോക്കിയിരുന്നു പറയുമ്പോഴത്തേക്കിനും പോലീസൊന്നും മിണ്ടുന്നില്ല കേട്ടോ. എന്നാൽ ശരി ഞാൻ പോവാന്ന് പറയുമ്പോഴത്തേക്കിന് എടാ നിൽക്കട ഈ വീടിൻ്റെ ഒരു കീ നീ കൂടി വെച്ചോ, എന്തെങ്കിലും ആവശ്യം വന്നാൽ ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ കൊടുക്കുക കേട്ടോ. കെന്നാണെങ്കിൽ എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ഒരു വീടാണെങ്കിൽ ഒപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തിങ്സ് ഒക്കെ ആണെങ്കിൽ അങ്ങോട്ടേക്ക് മാറ്റിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും ഗേൾ ഫ്രണ്ടിൻ്റെ അമ്മയും അച്ഛനും അങ്ങോട്ട് കയറി വരും. ഇത് എന്ത് ചെറിയ വീടാണ്, ഇവിടെയാണ് എൻ്റെ മോളെയും കൊണ്ട് നീ താമസിക്കാൻ നിൽക്കുന്നത്, നിങ്ങൾക്ക് രണ്ടുപേർക്കും കല്യാണം കഴിക്കാനുള്ള മെച്യൂരിറ്റി ഒന്നും ആയിട്ടില്ല, അതുകൊണ്ട് ഒരിക്കലും നടക്കില്ല. ഇവരെ ഈ സംസാരിക്കുന്നൊക്കെയാണ് ഈ ചെന്നി കഴിഞ്ഞിട്ട് അവൻ അവിടേക്ക് വന്ന് കെന്നിന്റെ പേര് വിളിക്കാതെ അവനെ ബോസ് എന്ന് പറഞ്ഞ് വിളിക്കാട്ടോ. ബോസ് എന്നോ ഇവനെ എന്തിനാ നീ ബോസ് എന്ന് വിളിക്കുന്ന വെക്കുമ്പോൾ അയ്യോ ഇത് ഞങ്ങളുടെ ഗെയിമിംഗ് സെന്ററിലെ ബോസാണ്, അപ്പം ഞങ്ങൾ അവിടുത്തെ തൊഴിലാളിയല്ലേ, അപ്പോൾ ബോസിനെ ബോസ് എന്നല്ലേ വിളിക്കേണ്ടതെന്ന് നോക്കും. എന്തൊക്കെ നീ കേൾക്കുന്നത്, അപ്പം ആ ഗെയിമിംഗ് സെന്ററിൽ നീ ജോലി ചെയ്തല്ലേന്ന് വയ്ക്കുമ്പോഴത്തേക്കിന് ഇല്ല ഇവനാണ് ഇപ്പം തോണർ എന്നാണെങ്കിൽ ചെന്നി പറയും കേട്ടോ. അപ്പോഴത്തേക്കിനും കിന്നും പറയാണ് അതെ ഞാൻ ആ ഗെയിമിംഗ് സെന്റർ ആണെങ്കിൽ വാങ്ങിയ അതുകൊണ്ടാണ് കുറച്ച് പൈസക്ക് ഇത്ര ടൈറ്റ് വന്നത്, അല്ലായിരുന്നേ ഞാൻ വലിയ വീടൊക്കെ വാങ്ങിച്ച് നിങ്ങളുടെ മോളെയും കൊണ്ട് വന്നേനെ എന്നൊക്കെ പറയുമ്പോൾ ചെന്നി വരികയാണെങ്കിൽ ആ ഗെയിമിംഗ് സെന്ററിൽ ഇപ്പോൾ കുറേ പേരുണ്ട്, കുറേ പിള്ളേരൊക്കെ പഠിക്കാൻ വേണ്ടി വരുന്നുണ്ട്, നല്ല ഗെയിമിംഗ് സെന്റർ നിങ്ങൾക്കൊന്ന് പോയി നോക്കിക്കൂടെ എന്നാണെങ്കിൽ പറഞ്ഞ് ക്ഷണിക്കുമ്പോഴത്തേക്കിനും ശരി ഒന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഗേൾ ഫ്രണ്ടിൻ്റെ ഫാമിലി മൊത്തം അങ്ങോട്ടേക്ക് വരും കേട്ടോ. കെന്നിനെ ആണെങ്കിൽ അവിടുത്തെ സ്റ്റാഫൊക്കെ കെന്നിനെ വിളിക്കാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് തന്നെ ചെന്നാണെങ്കിൽ ബോസ് വരൂ ഇതാ നോക്കൂ എന്നൊക്കെയാണെങ്കിൽ പറയുമ്പോഴത്തേക്കിനും ഓ ഇവിടെ എന്താ നടക്കുന്നുണ്ട്, കെന്നിനെ ഇനി ബോസ് എന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ സ്റ്റാഫൊക്കെ ആണെങ്കിൽ ആ നാടകത്തിൽ അങ്ങോട്ട് പങ്കുചേരും കേട്ടോ. എന്നിട്ട് അവിടെയുള്ള സ്ഥലങ്ങളൊക്കെ ചുറ്റി കാണിക്കുന്നതിനിടയിൽ നമ്മുടെ ചെന്നാണെങ്കിൽ മിയുക്ക് വേണ്ടി ഒരു ഓഫീസൊക്കെ റെഡിയാക്കിയില്ലായിരുന്നു. അവിടെ കെന്നിൻ്റെ ഗേൾഫ്രണ്ടിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ സെറ്റാക്കി വെക്കുക കേട്ടോ. ഇവർ രണ്ടുപേരും ആ ഓഫീസ് റൂമിലോട്ട് വരുമ്പോഴത്തേക്കിന് ഈ ഫോട്ടോയും കാര്യങ്ങളൊക്കെ കണ്ടത് ഇവർക്ക് മനസ്സിലായി ഓ കെന്നെന്തോ വലിയ ആളാണ്, പോരാഞ്ഞിട്ട് തൻ്റെ മകളെ നല്ല ആത്മാർത്ഥതയോടെയാണ് സ്നേഹിക്കുന്നത് എന്നൊക്കെ കേട്ടോ. അല്ലെങ്കിൽ ഞങ്ങളുടെ വിവാഹത്തിൻ്റെ കാര്യം എന്നാണെങ്കിൽ പറയുമ്പോൾ എത്രയും പെട്ടെന്ന് നടക്കട്ടെ എന്നാണെങ്കിൽ പറഞ്ഞത് ഇവർക്ക് ഭയങ്കര ഹാപ്പിയാവും കേട്ടോ. ഗേൾഫ്രണ്ട് ആണെങ്കിൽ പുറത്തോട്ടേക്ക് ഓടി വന്നിട്ട് കെന്നിനെ ഹഗ്
ഭാഗ്യമാണ്. ഇനി നമ്മൾ കല്യാണം എത്ര പെട്ടെന്ന് നടക്കുന്നുള്ള സന്തോഷത്തിലാണ് അവള് കേട്ടോ. പക്ഷെ ഇതിനെല്ലാം കാരണം നമ്മുടെ ഹീറോ എന്നും പറഞ്ഞിട്ടുണ്ട്. കെന്നാണെങ്കിൽ ഒരുപാട് നന്ദി ഹീറോയോട് പറയുമ്പോഴത്തേക്കിനും കെന്നിനെ മാറ്റി നിർത്തിയിട്ട് ഈ കമ്പനിയുടെ എല്ലാ ഡോക്യുമെന്റ്സും ആണെങ്കിൽ അവന്റെ പേരിലോട്ടാണെങ്കിൽ ഹീറോ മാറ്റി വെക്കുക. ഇനി നിന്റെ പേരിലായിരിക്കും ഈ ഗെയിമിംഗ് സെന്റർ നടത്താൻ വേണ്ടി പോകേണ്ടത് എന്നും പറഞ്ഞു കേട്ടോ. എടാ ചുമ്മാ അഭിനയിച്ചല്ലേ, ഇതെന്തിനാ എനിക്ക് നീ എഴുതി തന്നേന്ന് നോക്കുമ്പോഴത്തേക്കിന് ഇല്ലടാ, ഞാൻ ഇത് ഉണ്ടാക്കിയത് തന്നെ എൻ്റെ 2 ബ്രദേഴ്സായ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അവിടെ നിങ്ങളുടെ പേരിലേ ഞാൻ ഇത് എഴുതത്തുള്ളൂ. നിന്റെ പാർട്ട്ണർ ആയിരിക്കും ഞാൻ. പിന്നെ ഒരു കാര്യം പറയാമല്ലോ, നീ ആയിരിക്കും പണത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യുന്നത്. ഞാൻ കൊടുക്കേണ്ട ഷെയർ അതെന്തായാലും കൊടുത്തിരിക്കണം എന്നൊക്കെയാണ് പറയുമ്പോഴത്തേക്കിന് കെന്നിന് ഭയങ്കര സങ്കടമാവും കേട്ടോ. ഇവൻ സ്വന്തം ഗെയിമിംഗ് സെൻറ്റർ തന്നെ തനിക്ക് തന്നു എന്ന് പറഞ്ഞ് മിയ ആണെങ്കിൽ ഇപ്പോൾ ഒരു മീറ്റിംഗ് വെച്ചേക്കുക കേട്ടോ. നമ്മുടെ ജിയാങ്ങിൻ്റെ കമ്പനിയിൽ ഓഡിറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ ഇവരൊക്കെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ചെറിയ എന്തോ ഒരു തെറ്റുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി പറയുമ്പോഴത്തേക്കിന് ജിയാങ്ങിന്റെ ടീമിലുള്ള ആൾക്കാരും പറയാണ് എത്രയോ കമ്പനീസ് നടത്തുന്നുണ്ട്, അതിൽ ചെറിയ തെറ്റൊക്കെയല്ല, അതൊക്കെ ഇങ്ങ് ക്ഷമിച്ചു വിട്ടേരെന്ന് പറയുമ്പോൾ അങ്ങനെ ക്ഷമിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ വന്ന് ജോലി ചെയ്യുന്ന അതൊക്കെ കണ്ടുപിടിച്ചിരിക്കും എന്നൊക്കെയാണെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും അവിടേക്കാണെങ്കിൽ ഒരു പുതിയ മാനേജർ വരുന്നുണ്ടെന്നും പറഞ്ഞിട്ട് ഒരാൾ കയറി വരുക. അത് നമ്മുടെ ഹീറോ ആയിരിക്കും കേട്ടോ. ജിയാങ്ങിന്റെ കമ്പനിയിലെ മാനേജറായിട്ടാണ് അവൻ അങ്ങോട്ട് കയറി വരുന്നത് കേട്ടോ. മിയ വരെ ഷോക്കാവും, ഇവൻ എന്താ ഇവിടെ ചെയ്യുന്നതെന്നും പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവിടെ വന്ന് ബോസിന് മിയക്കാണെങ്കിൽ ഷെയ്ക്കാൻ്റെ കൊടുത്ത് മീറ്റിംഗ് തുടങ്ങിക്കുക, ഞാനിവിടെ നിന്ന് കേട്ടോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുച്ഛ ഭാവത്തിൽ വന്നിരിക്കുവേ. അങ്ങനെ മീറ്റിംഗ് കഴിച്ച് എല്ലാവരും പോകുമ്പോഴത്തേക്കിനും സാർ നിങ്ങളുടെ ക്യാബിൻ കാണിച്ചു തരാന്ന് പറയുമ്പോഴത്തേക്കിനും ഇല്ല, എനിക്ക് ആ ഓഡിറ്റിംഗ് ടീമിനെ ഒന്ന് കാണണം, ഞാൻ അവിടെ പോകുമ്പോഴത്തേക്കിനും ആരുടെ ഇവൻ പുതിയ മാനേജർ എന്നൊക്കെ പറഞ്ഞു വന്നേക്കുന്നത്, ഏതവൻ ഇവനെ കയറ്റി വിട്ടി നോക്കുമ്പോഴത്തേക്കിനും അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ജിയാങ്ങാണെങ്കിൽ പേഴ്സണലായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന മാനേജറാണ് ഇവൻ. അതുകൊണ്ട് അതിൻ്റെതായ ബഹുമാനം നമ്മൾ കൊടുത്തിരിക്കണം. അവനെ കണ്ട ഒന്ന് പേടിച്ചേരെ, ജിയാങ്ങിൻ്റെ ആളാണെന്നാ തോന്നുന്നത് എന്നൊക്കെയാണെങ്കിൽ പറയും. ഇപ്പൊ ഹീറോയിൻ്റെ ഒക്കെ ടീംമേറ്റ്സിന്റെ അടുത്തോട്ടാണെങ്കിൽ ചെന്ന് വന്നേക്കോട്ടെ. ഇവൻ പെട്ടെന്ന് കയറി വന്നത് എല്ലാവരും ഒന്ന് പേടിച്ചു പോവാ. ആരും പേടിക്കുന്ന വേണ്ട കേട്ടോ, നിങ്ങൾക്കുള്ള കോഫിയൊക്കെ വാങ്ങിച്ചോണ്ടാണ് ഞാനിവിടെ വന്നേക്കുന്നത്. നീ ഒന്ന് പുറത്തോട്ട് വരാന്ന് പറഞ്ഞിട്ട് അവളെ പുറത്തോട്ട് വിളിക്കും. ഹീറോയിന്റെ കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നല്ല പയ്യനാ തോന്നല്ലോ വന്നേക്കുന്ന മാനേജർ. കണ്ടില്ലേ, ഫസ്റ്റ് മീറ്റിംഗിൽ തന്നെ നമുക്ക് കോഫിയൊക്കെ വാങ്ങിച്ചു തന്നില്ലേ നോക്കുമ്പോൾ അവനത്ര നല്ലവനായിട്ടൊന്നും എനിക്ക് തോന്നില്ല. കണ്ടില്ലേ, ഒരു പൂക്കള് കളറുള്ള ഒരു ഷർട്ടും അവനൊരു കോട്ട് സൂട്ടും വന്നിരുന്നത് ഒരു പുച്ഛഭാവമായിരുന്നില്ലേ. അതുകൊണ്ട് അവൻ്റെ അടുത്ത് നമ്മൾ കെയർഫുൾ ആയിരിക്കണം എന്നൊക്കെയാണ് പറയും. എന്നിട്ട് ഇവർ രണ്ടുപേരാണെങ്കിൽ മാറി നിന്ന് സംസാരിക്കാട്ടോ. എങ്ങനെയുണ്ട് എൻ്റെ ഡ്രസ്സ് എന്നാണ് ചോദിക്കുമ്പോഴത്തേക്കിനോ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറഞ്ഞിട്ട് അവൻ്റെ ടൈയൊക്കെ ആണെങ്കിൽ പിടിച്ച് വലിക്കുമ്പോഴത്തേക്കിനോ അവനാണെങ്കിൽ ചുറ്റും നോക്കുക, ദൈവം ആരും കാണല്ലേ ഇതൊക്കെ എന്ന് പറഞ്ഞിട്ട് അവൾ വരാണെങ്കിൽ എന്ത് ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്, പണ്ടൊക്കെ നല്ല അടിപൊളിയായിട്ടാണല്ലോ നടന്നത്, ഇന്നെന്തോ ഒരു മീറ്റിങ്ങിന് വരുന്ന ലുക്കാണിത്, ഒരുമാതിരി പൂക്കളുള്ള ഷർട്ട്, ഒരു ഷൂസും ഒരു രസമില്ല. പണ്ടൊക്കെ ഞാനുണ്ടല്ലോ അടിപൊളിയായിട്ടുള്ള ഡ്രസ്സ് ഇട്ടത് എല്ലാവരും എന്നെ കണ്ട് പേടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഞാൻ മാസല്ലേ, അല്ലെങ്കിൽ തന്നെ എല്ലാവരും എന്നെ കാണുമ്പോൾ പേടിക്കുന്നുണ്ടെന്ന് പറയുമ്പോഴത്തേക്കിനും എന്തിനിപ്പം നീ ഇങ്ങോട്ടേക്ക് വന്നേ നോക്കും, എല്ലാം ഞാൻ നിന്നെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാ എന്നാണ് ഈ പറയുമ്പോഴത്തേക്കിനും അതേ തണ്ടൊക്കെ നടന്ന സ്ഥിതി പോലെ ഉണ്ട്, ഞാൻ എന്തായാലും ഇമ്പ്രസ് ആയിട്ടുണ്ട് എന്നും പറഞ്ഞ് ചിരിക്കുക കേട്ടോ അവള്. അങ്ങനെ വീട്ടിൽ വന്നതും ചെന്നാണെങ്കിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവളാണെങ്കിൽ അവിടെ തന്നെ നിൽക്കുക കേട്ടോ. ഇവൻ കയറി വന്നത് ഇവിടെ ഇരിക്കുകയാണെന്ന് എന്തിനിവിടെ നിൽക്കാന്ന് നോക്കുമ്പോഴത്തേക്കിന് അല്ല, അരമണിക്കൂറായി അകത്ത് പോയിട്ട് ആട്ടെ അനക്കൊന്നും കേട്ടില്ല, ഇനി മയങ്ങെങ്ങാനും വീണോ എന്നറിയാൻ വേണ്ടിയിട്ട് വന്നതാ. ഏതായാലും ഇങ്ങോട്ട് വാ, മുടിയൊക്കെ ഞാൻ ഉണക്കി തരാന്ന് പറഞ്ഞിട്ട് അവനെ അവിടെ പിടിച്ചിരുത്തിയിട്ട് നീ എന്തിനാ ഇപ്പോൾ കമ്പനിയിലോട്ട് വന്നേ എന്നാണ് ചോദിക്കും. അവൻ മാത്രം കോട്ട് സൂട്ടിട്ട് നല്ല രസമുള്ളെന്ന് അവൻ്റെ വിചാരം, അതുകൊണ്ടാണ് നിന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനും അതേപോലെയൊക്കെ വന്നേന്ന് പറയുമ്പോഴത്തേക്കിന് അതിന് ഞാൻ എപ്പോഴെങ്കിലും നിന്നോട് പറഞ്ഞോ അവനാ നല്ല സുന്ദരന്ന്, എൻ്റെ ബോസിനെക്കാട്ടിൽ നീ തന്നെ നല്ലതെന്ന് പറയുമ്പോഴത്തേക്കിന് കണ്ടില്ലേ, ഞാൻ അവനെന്നെ മെൻഷൻ ചെയ്തിട്ടുള്ളൂ, ആരാതൊന്നും പറഞ്ഞിട്ടില്ല, നീ എന്തിനാ നിന്റെ ബോസിനെ ആലോചിച്ച് പറയാൻ നിന്നെ. ഓഹോ, നിന്റെ പുതിയ ട്രിക്കാണ് ഇത്, നീ എന്തിനാണ് ശരിക്കും അങ്ങോട്ടേക്ക് വന്നേ, എന്നെ ടെൻഷനാക്കാനാണോ എന്നാണ് ഈ ചോദിച്ചാൽ അവൻ്റെ അടുത്തോട്ട് വരുമ്പോഴത്തേക്കിന് അവനിങ്ങനെ അവളെ തന്നെ നോക്കുക കേട്ടോ. അപ്പോൾ തന്നെ പെട്ടെന്ന് അവൻ്റെ മൂക്കിൽ നിന്നൊക്കെ ബ്ലഡ് വരുമോ, എന്നെ കണ്ട് നിനക്ക് ടെൻഷനായിട്ടാണ് മൂക്കിൽ നിന്ന് ബ്ലഡ് വന്നെന്ന് നിൽക്കുമ്പോൾ ഇല്ല താഴെ പോയിട്ട് ഞാനൊരു മരുന്ന് കഴിച്ചാൽ മതി ശരിയായിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അവൻ പോകാൻ നിൽക്കുമ്പോൾ ഞാൻ വരാമെന്ന് പറഞ്ഞാൽ അവളും കൂടെ വരും. എന്നിട്ട് ഇവർ ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴത്തേക്കിന് മീയുൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ മീയുനെ കണ്ടതോ അത് മീയു അല്ലേന്ന് പറഞ്ഞിട്ട് അവളുടെ അടുത്തോട്ട് വരുന്നതാണെങ്കിൽ ചെന്നു കണ്ടതോ അവൻ പെട്ടെന്ന് അവിടെ നിന്നാണെങ്കിൽ മാറി നിൽക്കുക കേട്ടോ. ഹായ്, നിങ്ങൾ രണ്ടുപേരും ഒന്ന് ഇങ്ങോട്ടേക്ക് വന്നെന്ന് നോക്കുമ്പോഴത്തേക്കിന് ഇല്ല ഞങ്ങളൊന്ന് സിറ്റിയൊക്കെ കറങ്ങാൻ വേണ്ടി വന്നത്, ബോസ് വന്നിട്ടുണ്ടല്ലേ കമ്പനിയിൽ എന്നാണ് ചോദിക്കുമ്പോൾ വന്നിട്ടുണ്ട്, എന്തായാലും ഈ ഒരാഴ്ച അങ്ങനെ നിന്നാലേ ഉള്ളൂ, കാരണം ബോസിന് അമ്മയുടെ ബർത്ത്ഡേ വരെയല്ലേ, എന്തായാലും പോവായിരിക്കും എന്ന് പറയുമ്പോഴത്തേക്കിനോ അവരും പറയാം കേട്ടോ നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ റിലേഷൻഷിപ്പ് കട്ടായിട്ട് 1 വർഷമായി, എന്നിട്ട് ബോസിൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ഒക്കെ നീ ആലോചിച്ചിരിപ്പുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് ഇവിടെ ചെന്നിനാണ് ദേഷ്യം വരുന്നത്, എക്സിൻ്റെ അമ്മയുടെ ബർത്ത്ഡേ വരെ അവൾ ആലോചിച്ചിരിക്കുന്നതെന്നും പറഞ്ഞ്. അങ്ങനെ അവരൊക്കെ അവിടുന്ന് പോയതും ഇവരും എന്നിട്ട് നടന്ന് വീട്ടിലോട്ട് പോകാട്ടോ. അങ്ങനെ അടുത്ത ദിവസം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഡ്രസ്സ് തന്നെ ചെന്നി ഇട്ടിട്ട് വരും കേട്ടോ. അവളെയും കൂട്ടിയിട്ടാണ് ഓഫീസിലോട്ട് വന്നേക്കുന്നത്. അവൾ അവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. നീ എന്തിനാ ഇങ്ങനെ ഒരുമാതിരി നോക്കിക്കൊണ്ടിരിക്കുന്നത്, നീ അല്ല പറഞ്ഞത് എന്നെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നീ ഡ്രസ്സിങ് ഒക്കെ ചെയ്യുന്നതെന്ന്, അപ്പം നിന്റെ ഈ സുന്ദരമായ മുഖം ഞാൻ നോക്കുന്നത് വലിയ തെറ്റാണോ എന്നാണ് ഈ ചോദിക്കുമ്പോഴത്തേക്കിനോ അമ്മേ ഒരു
ഇതിന് ഞാൻ പറഞ്ഞത് ഇത്ര വലിയ തലവേദന ആവുമെന്ന് വിചാരിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അവൻ നിൽക്കുന്നേ. അതോടെ എപ്പിസോഡ് കഴിയുവാണ്. അടുത്ത എപ്പിസോഡായിട്ട് എത്രയും പെട്ടെന്ന് വരാം. അതുവരെ ബൈ ബൈ.